മട്ടാഞ്ചേരി പാലസ് കേരള കൊളോണിയൽ വാസ്തുശൈലിയിൽ തീർത്ത മനോഹരമായൊരു ചരിത്ര സ്മാരകമാണ് മട്ടാഞ്ചേരി പാലസ്. കൊച്ചി മഹാരാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. നാലുകെട്ട് ശൈലിയിൽ തീർത്ത ചതുരാകൃതിയിലുള്ള ഘടനയാണ് കൊട്ടാരത്തിൻ്റേത്. 100 വർഷത്തിനു ശേഷം കൊച്ചിയിൽ സ്വാധീനമുറപ്പിച്ച ഡച്ചുകാർ കൊട്ടാരത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയാണ് മ്യൂസിയമായി സ്ഥിതി ചെയ്യുന്നത്. താഴെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും നിലകൊള്ളുന്നു. കൊച്ചി രാജവംശത്തിന്റെ കുലദൈവ ഉപാസനാമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. കൊട്ടാരത്തിന് തൊട്ടടുത്തായി തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന മഹാവിഷ്ണു ക്ഷേത്രവും നിലകൊള്ളുന്നു. കൊട്ടാരത്തിന് തൊട്ടടുത്തായി തന്നെയാണ് പരദേശി സിനഗോഗ് നിർമ്മിച്ചിട്ടുള്ളത്. ജിയോ ടൗൺ. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റിനെയാണ് നമ്മൾ ജിയോ ടൗൺ എന്ന് വിളിക്കുന്നത്. ജൂതത്തെരുവ് ജൂതന്മാരുടെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ജൂത പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന കടകളും പഴയ കെട്ടിടങ്ങളും എല്ലാം ചേർന്നൊരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് ജൂതത്തെരുവ്. നിരവധി ആന്റിക് ഷോപ്പുകളാൽ സമൃദ്ധമാണ് ഈ തെരുവ്. പുരാതന വസ്തുക്കൾ മാത്രമല്ല, സ്പൈസ് മാർക്കറ്റും നമുക്ക് ജിയോ ടൗണിൽ കാണാൻ സാധിക്കുന്നതാണ്. സമ്പന്നമായ സ്പൈസ് മാർക്കറ്റാണ് ജിയോ ടൗണിലേത്. ജിയോ ടൗണിലെ മറ്റു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു മ്യൂസിയം ഓഫ് എസൻഷ്യൽ ഓയിൽസ് ആൻഡ് പെർഫ്യൂം. വിശാലമായ രീതിയിലാണ് പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് അവർ ഒരുക്കിയിരുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഓരോ പെർഫ്യൂമിൻ്റെ പേരെഴുതി സൂക്ഷിച്ചിരുന്നു. ജിയോ ടൗണിലെ അത്ഭുതകരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു എസൻഷ്യൽ ഓയിലുകളുടെയും പെർഫ്യൂമുകളുടെയും ഈ ശേഖരണം. ജിയോ ടൗണിൻ്റെ കാറ്റിൽ ഈ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. പഴയ കെട്ടിടങ്ങൾ കൊണ്ടും നിരവധി കടകൾ കൊണ്ടും സമൃദ്ധമാണ് ജിയോ ടൗൺ. പഴയ കെട്ടിടങ്ങളിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. തുണിക്കടകളും ആൻറ്റീക് ഷോപ്പുകളും ജ്വല്ലറി ഷോപ്പുകളും അങ്ങനെ നിരവധി കടകളാൽ സമൃദ്ധമാണ് ജിയോ ടൗൺ. നിരവധി ആൻറ്റീക് കളക്ഷനുകൾ നമുക്ക് ജിയോ ടൗണിൽ കാണാൻ സാധിക്കുന്നതാണ്. പരദേശി സിനഗോഗ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ യഹൂദ സിനഗോഗുകളിൽ ഒന്നാണ് പരദേശി സിനഗോഗ്. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. 1568 നിർമ്മിച്ച പരദേശി സിനഗോഗ്. പരദേശി എന്ന വാക്കിനർത്ഥം പല ഇന്ത്യൻ ഭാഷകളിലും വിദേശി എന്നാണ്. ഈ സിനഗോഗ് വെള്ളക്കാരായ ജൂതന്മാർ നിർമ്മിച്ചതാണ്. അന്ന് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും നാടുകടത്തപ്പെട്ട സെഫാർഡിക് ജൂതന്മാർ ഈ പ്രദേശത്ത് അഭയം കണ്ടെത്തുകയും 1568 ഈ സിനഗോഗ് നിർമ്മിക്കുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ പോർച്ചുഗീസ് ശക്തി പിടിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ യഹൂദ സമൂഹത്തിന്റെ ജീവിതത്തിൽ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയത്. പോർച്ചുഗീസ് അധികാരികളുടെ ഇൻക്വിസിഷൻ സിനഗോഗിനെയും അവിടെയുള്ള വിശ്വാസത്തിനെയും പിടിപ്പാക്കാൻ ശ്രമിച്ചു. 1662 ഈ സിനഗോഗ് അഗ്നിക്കിരയാവുകയും ചെയ്തു. പിന്നീട് 1663 ഡച്ച് അധികാരികളുടെ വരവോടെ അവർ വീണ്ടും സമാധാനവും സമ്പത്തും വീണ്ടെടുത്തു.
ഡച്ച് ഭരണകാലത്ത് 18-ാം നൂറ്റാണ്ടിൽ എസക്കിയൽ റഹാബി എന്ന വ്യാപാരി ഒരു ഗംഭീര ക്ലോക്ക് ടവർ ചേർത്ത് ഈ സിനഗോഗിന്റെ പ്രാധാന്യം ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ സിനഗോഗിന്റെ വെളുത്ത മതിലുകളും ഡേവിഡിന്റെ നക്ഷത്രം കൊണ്ടുള്ള അലങ്കാരങ്ങളും എന്നും ആകർഷകമാണ്. ഇവിടെ കാണുന്ന തോറ ചുരുളുകൾ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബെൽജിയൻ ക്രിസ്റ്റൽ ചാൻഡിലിയേഴ്സും പിച്ചള അലങ്കാര വിളക്കുകളും ചൈനയിൽ നിന്നെത്തിച്ച മനോഹരമായ ഫ്ലോർ ടൈലുകളും സിനഗോഗിന്റെ അകത്തെ ഭംഗി കൂട്ടുന്നു. ഇസ്രായേൽ ചക്രവർത്തി ഹെയ്ലി സെലാസി ഒന്നാമന്റെ സമ്മാനമായ പരവതാനം മുതൽ ഇവിടെയുള്ള സാധനങ്ങൾ ഓരോന്നും അതിന്റെ സമ്പന്ന ചരിത്രത്തെ ഭാഗങ്ങളാണ്. സിനഗോഗിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥമായ തോറ വായിക്കുന്ന പീഠം. ഇത് യഹൂദ മതപരമായ ആചാരങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഈ പ്രാചീന യഹൂദ സമൂഹത്തിൽ നിന്നും ചിലർ ഇസ്രായേലിലേക്ക് തിരിച്ചു പോയെങ്കിലും അവരുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും സിനഗോഗിൽ തുടരുന്നു. പരദേശി സിനഗോഗും ആർട്ട് കഫേകളും മ്യൂസിയങ്ങളും ആൻറ്റിക് ഷോപ്പുകളും അങ്ങനെ നിരവധി കടകളാൽ സമ്പന്നമാണ് ഈ ജൂ സ്ട്രീറ്റ്. അതുപോലെ തന്നെ ജൂത സമൂഹത്തിന് പൈതൃകം സംരക്ഷിച്ച സാറാ കോഹന്റെ വസതിയാണിത്. ഇതിന്ന് ഒരു മ്യൂസിയമായി നിലകൊള്ളുന്നു.
നമ്മളിപ്പോൾ സെറാൻ്റെ ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യം ഒരു പുടവ ചെയ്തത്. അപ്പോൾ അത് വേറെ സീക്വൻസ് പോലത്തെ വർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ വർക്ക് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിലും പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഞാൻ ചെയ്തിരുന്ന് കുറച്ച് റിപ്പയറിംഗ് ഒക്കെ ചെയ്ത്. ഇങ്ങനൊരു പുടവ 2 ഫുൾ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട്. കാരണം ആൻറ്റിയുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ ആൻറ്റി വർക്കും, ആൻറ്റി കാണിച്ചു തരും, ആൻറ്റി ചെയ്തു തരും, പിന്നെ ആൻറ്റി തയ്ക്കും. അതാണ് ഏറ്റവും വലിയൊരു ഇത്. എനിക്ക് തയ്ക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ ആൻറ്റി എല്ലാം റെഗുലറായിട്ട് തൊപ്പി വയ്ക്കുന്ന ആൻറ്റിയുടെ സ്റ്റിച്ചിങ് മണി പോലെ കറക്റ്റായിട്ട് പോകും. എനിക്കിപ്പോൾ തയ്ക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ കുറച്ച് നേരം കൊണ്ട്. ഇനിയിപ്പം ഇത് ഫസ്റ്റ് ഡേ അല്ല അപ്പോൾ നമ്മൾ ഹരീശ്രീ ഇതിനുള്ള തുടക്കം കുറിക്കുന്നതാണ്. ഒരു പുടവ റിപ്പയർ ചെയ്തിട്ടുണ്ട്, പുടവ സെറാൻ്റെ കൂടെ ഒന്ന് തയ്ച്ചിട്ടുണ്ടല്ല. പക്ഷെ കംപ്ലീറ്റ് ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ്. കാരണം സെറാൻ്റെ 2004 ആൻറ്റി ഡിക്കങ്ങൾ മരിച്ച പിന്നെ ഇസ്രായേലിലൊരു കല്യാണത്തിന് വേണ്ടി ചെയ്തു. പിന്നെ അതിൻ്റെ സത്രിയ ചെയ്തു. അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പിൽ പിന്നെ ഒരു സീക്വൻസ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്ത്, പിന്നെ വേറെ എല്ലാം ചെയ്തു. അങ്ങനെ 3 ചെയ്തു. ഇതിലേക്ക് വരുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഒരു 24 ഇയേഴ്സ്. ഓക്കെ, അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് എന്തായാലും ഇത് തയ്ച്ചേ പറ്റൂ എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് പോകുന്നത്. സെറാൻ്റെയാണ് മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുടെ മരണാന്തര ചടങ്ങിനുള്ള വസ്ത്രങ്ങളും കല്യാണത്തിൻ്റെതും അല്ല അവരുടെ പള്ളിയിലതും എല്ലാം ചെയ്യുന്നത് സെറാൻ്റെയായിരുന്നു. തയ്യലിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറിനൊന്നും ഒരു പരിചയമില്ലാത്ത ആളായിരുന്നു. ബാക്കിയൊക്കെ ആൻറ്റി പഠിപ്പിച്ചതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു മെമ്മറീസിൻ്റെ പുറത്ത് ചെയ്യണമെന്ന്, അല്ലാണ്ട് ഇതൊരു ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ടല്ല. ആൻറ്റി ഒരുപാട് പേരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് യൂണിറ്റ് ഉണ്ട്, എല്ലാവിധ എംബ്രോയ്ഡറി, ക്രോസ് സ്റ്റിച്ച്, ഷാഡോ, പെറ്റി പോയിൻറ്റ്, അങ്ങനെയുള്ള എംബ്രോയ്ഡറി. ഇത് കുറച്ച് സ്പെഷ്യലാണ്, ജൂതന്മാരുടെ സ്പെഷ്യലായിട്ട്. ഇത് മെറ്റീരിയൽ തന്നെ സിൽക്കാണ്. ഇതിൽ ഈ സാധനം കണ്ട സർദോസി ഭയങ്കര ഇതാണ്. ഇങ്ങനെയുള്ള വർക്ക് ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് ചെയ്യാണ്ട് ആദ്യത്തെ റൗണ്ടിലേക്കാണ് ഇപ്പോൾ അയക്കുന്നത്. ഇനി ഇതിന് വേറെ കളർ ടോൺ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ തന്നെ തൊപ്പിയുണ്ട്, പിന്നെ മണവാളൻ ഇടുന്ന ഡ്രസ്സുണ്ട്. ഇത് കൊച്ചിയിലെ ജൂതന്മാരുടെ ഒരു പാറ്റേണാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ പേര് വരെ മാറ്റിയാണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന. ഇത് ജൂ ടൗൺ ആണ്, അതായത് ജൂതന്മാരുടെ ഒരു സെറ്റിൽമെൻറ്റ് റെസിഡൻസി ഏരിയയാണ്. പക്ഷേ ഇത് ഇന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ജൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് എറണാകുളത്താണ്. അപ്പോൾ അതിന് വലിയൊരു മിസ്റ്റേക്ക് അന്ന് കേരള ടൂറിസമാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്ത് ജൂ സ്ട്രീറ്റ് എന്നുള്ളൊരു ബോർഡ് വെച്ച് പിന്നെ വന്നവരൊക്കെ അങ്ങനെ എഴുതി. ഇപ്പോൾ ഗൂഗിളൊക്കെ വന്നപ്പോഴത്തേക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള സംഭവത്തിലേക്ക് പോയപ്പോൾ ഗൂഗിൾ അപ്സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ റോഡ് തന്നെ 1.5 അടിയൊക്കെ താഴെയായിരുന്നു. ഇപ്പോൾ റോഡ് പൊങ്ങി. ഇപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ഏകദേശം ഒരു 300 വർഷത്തേക്കുള്ളിൽ പഴക്കമുള്ള മേളിൽ 300-ന് മുകളിലേക്ക്. കാര്യം സിനഗോഗ് 450 ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ചിലപ്പോൾ കൂടുതലാകാം. എന്നാലും ഞാൻ ഒരു ബേസിക്കലി ഈ ഭാഗത്തുള്ള എല്ലാ കെട്ടിടങ്ങളും 300 വർഷം. കാര്യം ഇത് പിന്നീട് പണിതാണെന്നാണ് പറയുന്നത്. ഡച്ച് കൺസ്ട്രക്ഷനൊക്കെയാണ്. അപ്പോൾ അത് നിന്ന് ഇത്രയും നാൾ വരെ ഒരു ഡാമേജ് ഇല്ലാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോഡ് പൊങ്ങിയ കാരണം വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് ഇതെല്ലാം ചെങ്കല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിൽഡിങ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാ ബിൽഡിങ്ങിനും ക്രാക്ക് വന്ന് ഇപ്പോൾ ഇവർ CSMൽ നടുക്കൂടെ ഒരു കാണാൻ പോലെ കുഴിച്ചിട്ട് അണ്ടർഗ്രൗണ്ട് കേബിൾ ചെയ്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയത്. ഇപ്പോൾ സംഭവം കാണാൻ ഭംഗിയാണ് ജൂ ടൗൺ, പക്ഷേ അടുത്ത് ഇപ്പോൾ തന്നെ 3 വർഷത്തിനുള്ളിൽ പൊട്ടി, ബിൽഡിങ്ങൊക്കെ പൊട്ടി. ഇനിയിപ്പോൾ അടുത്ത് എന്ത് പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതാണ് കൊച്ചിയിലെ ജൂതന്മാർ. ഇത് സാറാൻ്റിയാണ്. ഈ ഡ്രസ്സ് ആൻറ്റി തയ്ച്ചാണ്. ഇതുപോലെ തന്നെ ആൻറ്റി തയ്ച്ചിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 78 മുമ്പുള്ള കല്യാണമാണ്. എനിക്ക് തോന്നുന്നു 64-65 കണ്ട് കല്യാണം. അങ്ങനെ ഓരോ ഇയറിലും ആൻറ്റി ആയിരുന്ന ഇവിടുത്തെ ആൾ കണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻറ്റി ഇങ്ങനെയായിരുന്നു കണ്ട. ഇതാണ് പഴയ ടൗണാണ്. ഈ ടൗണിലൂടെ ഒരു 7 ദിവസ ഫംഗ്ഷനാണ് കല്യാണം. അപ്പോൾ ബാൻഡൊക്കെ ഉണ്ടാവും, ബാൻഡിൻ്റെ ആൾക്കാരുണ്ടാവും, അങ്ങനെ ഡ്രംസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളായിട്ട് പോകുന്നതാണ് ഇവരുടെ വീഡിയോ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ 6 മണിക്ക് നമ്മൾ ഷോപ്പ് പൂട്ടും. പിന്നെ 5 മണി കഴിയുമ്പോഴത്തേക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകും. നമ്മൾ അടുത്ത ദിവസമാണ്. ഇപ്പോൾ ഇന്നിപ്പം 6 മണിയാകുമ്പോഴത്തേക്കും ഈ ലൈറ്റ് കത്തിക്കും, മെനോറ കത്തിക്കും. പിന്നെ അടുത്ത കലണ്ടർ, ഇവരുടെ ജൂയിഷ് കലണ്ടർ ഷിഫ്റ്റ് ആവും, ശനിയാഴ്ചയിലേക്ക് കയറും. അപ്പോൾ 6-6:10 പേര് ഒരു വിശ്വാസപ്രകാരം പിന്നെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഷോപ്പ് പൂട്ടുക. പിന്നെ നാളെ ഹോളിഡേ ആണ്, ശനിയാഴ്ച ആരും വരണ്ടെന്ന് പറയും. പിന്നെ സൺഡേ ആകുമ്പോൾ അല്ലെങ്കിൽ ശനിയാഴ്ച 7 മണിക്ക് ശേഷം പിന്നെ കച്ചവടം ചെയ്യാം. സൺഡേയിലേക്ക് കടന്നു. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ
ഇപ്പോൾ ഞാൻ മുസ്ലിംസ് ആയതുകൊണ്ട് നമ്മളിത് നമ്മൾ തള്ളിക്കളയുന്നില്ല, അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ആൻറ്റിയുടെ മെമ്മറിക്ക് വേണ്ടി അവരുടെ വീടാണ് എന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പൂട്ടണമാണ്. AD 70 ജെറുസലേമിലെ ജൂതന്മാരുടെ രണ്ടാം ദേവാലയം ആക്രമിക്കപ്പെട്ടു. അങ്ങനെ പൊറുതിമുട്ടിയ ജൂതന്മാർ പല ഭാഗങ്ങളിലായി പലായനം ചെയ്തു. അതിലൊരു കൂട്ടർ കേരളത്തിലുമെത്തി. കേരളത്തിലെ മഹാരാജ് അവരെ സ്വീകരിച്ചു. മട്ടാഞ്ചേരി കൊട്ടാരത്തിനടുത്ത് തന്നെ പരദേശി സിനഗോഗ് നിർമ്മിക്കുകയും ചെയ്തു. ജൂ സ്ട്രീറ്റ് ചരിത്രത്തിന് പ്രതീകമായി എന്നും നിലനിൽക്കുന്നു.